ഇതൊരു സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് ഒന്നും അല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥിയുടെ റീലെടുപ്പും ഫോട്ടോ എടുക്കലുമാണ്. ഇപ്പോൾ റീലും ഫോട്ടോസൊന്നും ഇല്ലാതെ ഒരു തിരഞ്ഞെടുപ്പിനെ പറ്റി ആലോചിക്കാനേ വയ്യ. കുന്നമംഗലം പഞ്ചായത്തിലെ 10ാം വാർഡിലെ 2 സ്ഥാനാർത്ഥികളാണ്, LDFിനെയും UDFിനെയും സ്ഥാനാർത്ഥികൾ. സാധാരണ ഇങ്ങനെ ഇലക്ഷൻ്റെ പ്രചാരണത്തിനൊന്നും ഇങ്ങനെ ഒരുമിച്ച് കാണാറില്ല. 2 സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് കാണാറൊന്നുമില്ല. പക്ഷേ ഈ ഫോട്ടോഷൂട്ടിന് രണ്ടുപേരും ഒരുമിച്ചാണ്. ഇത് തന്നെയാണ് സൗഹൃദ മത്സരം എന്ന് പറയുന്നത്. നേരത്തെ മത്സരിച്ച ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും ഒരേ ടൈമിലാണ് മത്സരിച്ചത്. അന്ന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളില്ല. വിനിലാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഞങ്ങൾ ഫോട്ടോഗ്രാഫി വിനിലാലാണ്. അദ്ദേഹം ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളൊക്കെ നിന്നു കൊടുക്കാറ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് ഞങ്ങളുടെ ചിത്രങ്ങളെല്ലാം ഞങ്ങളുടേതല്ലാക്കി മാറ്റാൻ കഴിയുന്നുണ്ട്. അത് വോട്ടിനെയും സ്വാധീനിക്കാൻ അത്തരം ചിത്രങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. സമസ്ത മേഖലകളിൽ പ്രൊഫഷണലിസം കടന്നു വരുന്ന കാലഘട്ടമാണ്. അതിലേറ്റവും അടുത്ത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. പ്രൊഫഷണലിസം ഏറ്റവും അധികം കടന്നു വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പുകളിലാണ്. ഫോട്ടോഗ്രാഫിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ ഗൗരവമുണ്ട്. അത് തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിനെ പോലും തീരുമാനിക്കുന്നത് ഫോട്ടോഗ്രാഫിയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. സ്ഥാനാർത്ഥികളെ ട്രെൻഡിനൊപ്പം നടത്താനുള്ള തിരക്കിലാണ് ഫോട്ടോഗ്രാഫേഴ്സ്. തീർച്ചയായിട്ടും ഒരു ട്രെൻഡിനനുസരിച്ച് എന്നൊരു ക്യാപ്ഷൻ ഞങ്ങൾ ഏറ്റെടുത്തിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. കഴിഞ്ഞ 10-20 വർഷമായ ഇലക്ഷനിൽ സജീവമായിട്ട് ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ ചെയ്തിരുന്ന ഒരു കാലത്ത് നിന്നും കാലത്തിനനുസരിച്ചുള്ള ക്രിയേറ്റിവിറ്റി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഇപ്പോൾ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മത്സരിക്കുന്ന കാൻഡിഡേറ്റ് ഏത് തൊഴിലിൽ നിന്നാണോ വരുന്നത് അവരെ തൊഴിലുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് റീലുകളാക്കി സമൂഹ മാധ്യമങ്ങൾ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം കൂടി ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. പണ്ടുകാലത്തെ തിരഞ്ഞെടുപ്പിന് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രം ഉപയോഗിച്ച് പ്രചരണം നടത്തിയ ഓർമ്മയിലാണ് പഴയ സ്ഥാനാർത്ഥികൾ. ഞാൻ 1979 ആദ്യമായിട്ട് മത്സരിക്കുന്നത്. ആ സമയത്ത് പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ഫോട്ടോ അന്ന് തുടങ്ങിയിട്ടില്ല. പിന്നെ 88 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആ രീതിയിൽ എടുത്തിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ പോകും. അത്യാവശ്യം പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ ചീകി ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ ആണ് പിന്നീട് നമ്മൾ ഈ ഫ്ലെക്സിലും ഒക്കെ ഉപയോഗിക്കുന്നത്. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ തുണീൻ്റെ ബോർഡൊക്കെ ആയിരിക്കും. ഇപ്പോൾ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ നമ്മുടെ വിരൽത്തുമ്പിലാണല്ലോ. സ്ഥാനാർത്ഥി വീട്ടിലെത്തും മുൻപേ നമ്മുടെ ഫോൺ സ്ക്രീനിലെത്തും. അപ്പോൾ നാടോടുമ്പോൾ സ്ഥാനാർത്ഥിയും കൂടെ ഓടട്ടെ. മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം ദൃശ്യ പുതിയടം, മീഡിയ 1 കോഴിക്കോട്.